ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 4-ാം സ്കന്ധം 20-ാം അധ്യായം. വരദാനം. മൈത്രേയൻ പറഞ്ഞു, യജ്ഞസംഭൂജിതൻ യജ്ഞപതിയാം ഭഗവാൻ ഹരി മഖവാവൊത്തണഞ്ഞങ്ങു ചൊന്നാൻ പൃഥുവൊടിങ്ങനെ. ശ്രീ ഭഗവാൻ പറഞ്ഞു, നിന്റെ 100-ാമത്തെ യാഗം മുടക്കിയൊരിവൻ നൃപ മാപ്പു ചോദിക്കുവാൻ വന്നിരിക്കയാൽ നീ പൊറുക്കണം. ശരീരമാത്മാവല്ലെന്നു കണ്ട സത്തുക്കളാം ബുധർ പ്രാണിദ്രോഹം ചെയ്വതിനായോർത്തിടാ നരസത്തമ. നിന്മട്ടുള്ളോരു മദ്ദേവമായ മോഹിതരാവുകിൽ വ്യർത്ഥമെന്നായി വരും ജ്ഞാനവൃദ്ധർ തൻ ദീർഘസേവയും. അജ്ഞാനകാമകർമ്മങ്ങളല്ലോ സംസൃതി കാരണം എന്നഹം ബുദ്ധി വിട്ടിട്ടുള്ളോർ ദേഹത്തിൽ ശക്തരായി വരാം. ഹരേ. അജ്ഞാനകാമകർമ്മങ്ങളല്ലോ സംസൃതി കാരണം എന്നഹം ബുദ്ധി വിട്ടുള്ളോർ ദേഹത്തിൽ സക്തരായി വരാഹരേ. ദേഹം നിമിത്തമുണ്ടാമി ഗൃഹപുത്രധനാദിയിൽ ദേഹാസക്തി വെടിഞ്ഞുള്ളോൻ മമത്വം പുണ്മതെങ്ങനെ. ആത്മാവനാവൃതൻ ശുദ്ധൻ നിർഗുണൻ സാക്ഷി സർവഗൻ ഗുണാശ്രയൻ സ്വയം ജ്യോതിസ്സേകൻ ദേഹാദിഭിന്നനും. ഈ മട്ടിൽ ആത്മാവിനെ ആത്മസ്ഥനായറിയുന്നൊരാൾ ദേഹസ്ഥനെങ്കിലും ബദ്ധനാകാ മൽപരനാകയാൽ. നിഷ്കാമം ആർ സ്വധർമ്മത്താൽ എന്നെ ശ്രദ്ധയൊടും സദാ ആരാധിപ്പത് തച്ചിത്തം ക്രമാൽ സംശുദ്ധമായി വരും. ചിത്തം തെളിഞ്ഞാൽ സത്യത്തെ കാണും, ആശ നശിച്ചിടും, ലഭിക്കും ശാന്തി. കൈവല്യാത്മകം മദ്രൂപമാർന്നിടും. ദേഹേന്ദ്രിയാദിക്ക് അധ്യക്ഷനെങ്കിലും നിർവികാരനായി നിർലേപനായും ആത്മാവെ കാൺമോൻ പ്രാപിപ്പു നിർവൃതി. ദ്രവ്യക്രിയാകാരകചേതനാത്മകം വപുസ്സിനല്ലോ ഗുണരൂപമാം ഭവം. എന്നിൽ പരപ്രേമമെഴും ജനത്തിനുൾഭ്രമം വരാ ദുഃഖസുഖാദിയിൽ ധ്രുവം. സുഖാദിയിങ്കൽ പതറാതെ രാഗവിദ്വേഷാദി എന്നെ ജിതചിത്തവൃത്തിയായി ഞാൻ നിശ്ചയിച്ചുള്ളവരൊത്തു ചേർന്നു നീ ഭരിക്ക രാജ്യം. നിഖിലം നരോത്തമ. നൃപന്നു മുഖ്യം പ്രജതൻ സുരക്ഷണം. തദീയ പുണ്യങ്ങളിൽ ആറിലൊന്നവൻ ഭുജിപ്പു വിണ്ണിൽ. കരമാർന്നിടും നൃപൻ മറിച്ചു ചെയ്താൽ അഘവും ഭുജിക്കണം. ഏവം ദ്വിജാഗ്ര്യാനുമതം സ്വധർമ്മമകാമനായി ചെയ്തു ഭരിക്കിൽ നാട്ടാർ സ്നേഹിച്ചിടും. സിദ്ധരെയും ഗൃഹത്തിനടുത്തു വൈകാതെ ഭവാന്നു കാണാം. പ്രസന്നനായേൻ തവ സദ്ഗുണാദിയാൽ വരിക്ക നിന്നിഷ്ടവരം നൃപോത്തമ. എളുപ്പമല്ലെന്നെ അണഞ്ഞിടാൻ തപോമഖാദിയാൽ ഞാൻ സമചിത്തവർത്തിയാം ഹരേ. മൈത്രേയൻ പറഞ്ഞു, ഏവമാലോകഗുരുവാം ഭഗവാൻ തൻ്റെ ശാസനം കൈക്കൊണ്ടാൻ ശിരസാ വിശ്വജിത്താമപൃഥു ഭൂപതി. സ്വകർമ്മത്താൽ ലജ്ജിതനായ ഇന്ദ്രൻ സ്നേഹപുരസ്സരം കാൽ പിടിക്കേ ദ്വേഷബുദ്ധി വിട്ടുടൻ പുൽകി മന്നവൻ. ഭക്ത്യുത്കർഷത്തോടും വിശ്വാത്മാവാം ശ്രീഹരിയെത്തതാ പൂജിച്ചു. തൽപാദതാരിൽ വീണുകൂപ്പിയ മന്നനിൽ പുറപ്പെടാനൊരുങ്ങിയിട്ടും അനുഗ്രഹമണയ്ക്കുവാൻ കാത്തു നിൽപ്പായി സത്പ്രിയനാം ഭഗവാൻ കഞ്ചലോചനൻ ഹരേ. കൈകൂപ്പി നിൽക്കും നൃപനാശു കണ്ണുനേർ തടഞ്ഞു കാണാനരുതാതെയും തഥാ ഇടർച്ചയാൽ മിണ്ടുവതിന്നുമായിടാതെയും പുണർന്നാൻ ഹരിയെ സ്വഹൃത്തിനാൽ തുടച്ചു കണ്ണീരവിതൃപ്തലോചനങ്ങളാൽ. തഥാ കണ്ടു നൃപൻ മുകുന്ദനെ നിലത്തു കാലൂന്നിയും ഉന്നതം സുവർണാംസത്തിലപ്പാണിതലത്തെ വച്ചുമേ ഹരേ. പൃഥു പറഞ്ഞു, വരിപ്പതെമ്മട്ടഖിലേശ വിജ്ഞനാമൊരാളഹം ബുദ്ധികൾ തൻ വരങ്ങളെ. കീടാദികൾക്കും സുലഭം സുഖാദികൾക്കർത്ഥിച്ചിടാ മോക്ഷധനങ്ങയോടു ഞാൻ. സത്തുക്കൾ തന്നുൾക്കമലത്തിൽ നിന്നു നിൻ പദാബ്ജമാധ്വീരസം അമ്മുഖം വഴി വിനിർഗളിക്കാത്തിടമിഷ്ടമല്ലെനിക്ക്. അതുണ്ണുവാൻ നൽകുക കാതൊരായിരം ഹരേ. നിൻ ഭക്തർ തൻ പൂവദനം പൊഴിപ്പൊരിക്കാൽ താരണിത്തേൻ കണമാർന്ന തെന്നലാൽ തെളിഞ്ഞിടും വിസ്മൃതമാത്മതത്വം ആ കുയോഗികൾക്കും. വരമന്യമെന്തിനായി ഒരിക്കലെങ്ങാൻ തവ ഭക്തർ ചൊന്നു നിൻ സുകീർത്തി കേൾക്കേ. മൃഗമെന്നെ ആരുവാൻ ത്യജിപ്പത സംഗമം
അങ്ങയെ ഗുണപ്രകർഷമോർത്തല്ലി വരിച്ചു ലക്ഷ്മിയും ഭജിക്കുവൻ ശ്രേഷ്ഠതമൻ ഗുണാകരം ഭവാനെ ഞാൻ പൂമകളെന്ന പോൽ സദാ ഒരേ കഴൽത്താരിനു വേണ്ടി മത്സരിച്ചിവർക്കു തമ്മിൽ കലഹം ഭവിക്കൊല ഉണ്ടാവുമെൻ ചെയ്തിയിൽ വൈരം അജഗന്മാതാവിനെന്നാലും ഉദാരനാം ഭവാൻ നിസ്സാരനെ കൂടിവിടില്ല ലക്ഷ്മിയെ കൊണ്ടെന്തുവാൻ ആത്മരതൻ ഭവാൻ നഹോഹരേ ഈ ഹേതുവാൽ തന്നെ ഭജിപ്പു സജ്ജനം നിരസ്തമായ ഗുണൻ അങ്ങയെ സദാ അവർക്കു മറ്റില്ലൊരു കാര്യവും ഭവത്പദം സ്മരിക്കുന്നതൊഴിച്ചു ചിന്മയ വരം വരിക്കെന്നിവനോടുരച്ചതോ പ്രലോഭനം താനിതി കാൺമു ഞാൻ വിഭോ നിൻ വാക്കിനാൽ മോഹിതരായിടായിൽ ആ ജനങ്ങളി കർമ്മവധത്തിൽ നീന്തുമോ നിന്മായയാൽ നേരറിയാത്തൊരജ്ഞരെ ഭവാനെയും വിട്ടപരം വരിച്ചിടൂ നിന്മായയാൽ നേരറിയാത്തൊരജ്ഞരെ ഭവാനെയും വിട്ടപരം വരിച്ചിടൂ പിതാവു കുഞ്ഞിൻ ഹിതമെന്ന പോലെ ഈ ജനത്തിനും വേണ്ടതു ചെയ്യണം ഭവാൻ ഹരേ മൈത്രേയൻ പറഞ്ഞു ഇതിസ്തു തൻ ലോകപിതാവുരച്ചതീവിധം ഭവിക്കും മയി ഭക്തി തേ ദൃഢം ഭാഗ്യത്തിനാൽ ഈദൃശബുദ്ധിയാർന്നു നീ ജയിച്ചിതൻ ദുസ്തരമായയേയുമേ അതിനാൽ ഭൂപതേ ചെയ്യൻ ചൊല്ലുപോൽ സാവധാനനായി എന്നാജ്ഞയാദരിക്കുന്നോർക്കൊണ്ടാം സർവത്ര മംഗളം മൈത്രേയൻ പറഞ്ഞു സ്വാർത്ഥം പൃഥുവചസേവമഭിനന്ദിച്ചു ഭൂപനെ അനുഗ്രഹിച്ചർച്ചിതനായി പുറപ്പെട്ടാനുടൻ ഹരി ദേവർഷി പിതൃഗന്ധർവർ സിദ്ധർ ചാരണർ കിന്നരർ അപ്സരസ്സുകൾ നാഗങ്ങൾ മർത്യർ പക്ഷി മൃഗാദിയും വചോവിത്താദിയാൽ ഈശബുദ്ധിയൊത്താദിഭൂപനാൽ പൂജിതന്മാരായി ഗമിച്ചാർ വിഷ്ണു പാർഷദരും തഥാ സോപാധ്യായൻ നൃപേന്ദ്രൻ തൻ ചിത്തത്തെ ഭഗവാൻ ഹരി ഹരിച്ചുകൊണ്ടെന്ന വണ്ണം അണഞ്ഞാൻ സ്വനികേതനം ദേവദേവൻ ജഗന്നാഥനേവം തന്മുന്നിൽ നിന്നുമേ മറഞ്ഞപ്പോൾ വീണുകൂപ്പി സ്വാലയം ഭൂകി മന്നനും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു 20-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ.